ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ബിരിയാണി റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ചിക്കൻ ആൻഡ് ബ്രസ്റ്റിൻ്റെ പീസ് 2 പീസ് ഒരു 800 ഗ്രാം വരും, അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി, ഒരു തക്കാളി, പിന്നെ ഒരു ക്യാപ്സിക്കയുടെ പകുതി, പിന്നെ സ്പ്രിങ് ഓനിയന്, പിന്നെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ ഇത് ബസ്മതി റൈസ് വെച്ചേക്കുന്നു, വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചേക്കുവാണ്. അത് റൈസ് വേവിച്ചിട്ട് റൈസും ചില്ലി ചിക്കനുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ, ഡാർക്ക് സോയ സോസ്, കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, സാൾട്ട്, പെപ്പർ പൗഡർ. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്, എല്ലാം ഇറച്ചി മാത്രമേ ഉള്ളൂ. നമ്മൾ ഒത്തിരി വലുപ്പമില്ലാതെ ഒരു മീഡിയം സൈസ് ചെറിയ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് നമുക്കൊരു ബോളിലോട്ട് മാറ്റാം. ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കാം. അത് കോട്ട് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ. ടീസ്പൂണ് ടേബിൾ സ്പൂണ് വ്യത്യാസമുണ്ട്, നോക്കിക്കോണം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് സോയ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ എത്ര ഉണ്ടോ അതനുസരിച്ചിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇടാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ നമ്മുടെ മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ. അപ്പം ഇതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളമായിപ്പോയില്ല, കുഴഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം. നല്ലൊരു മിക്സാവും. മാവ് കട്ടയായിട്ടൊന്നും ഇരിക്കരുത്.
ചിക്കൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് കോട്ട് ചെയ്ത് വെക്കാം. കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ആവാൻ വേണ്ടി ഒന്ന് വെക്കണം. അതിലൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച് വരണം. അപ്പോൾ ഇനി ചില്ലി ചിക്കനൊക്കെ ഒന്ന് ഡൈലൂട്ട് ആകാൻ വേണ്ടി ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഇനി ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം ചില്ലി ചിക്കൻ വേണ്ടിയിട്ടുള്ള. ഉള്ളി നമ്മൾ 2 സൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ചെറിയ രീതിയിൽ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് ആദ്യം ഇത് ഉള്ളിയെല്ലാം വഴറ്റിയിട്ട് പിന്നെ ഇതൊന്ന് ഇങ്ങനെ സ്ക്വയറായിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെക്കണം. സ്ക്വയറായിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് മറ്റേ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി വാടി വരുമ്പോഴത്തേനും ഈ സ്ക്വയറായിട്ടുള്ളത് ഇത് ഉള്ളി ഇട്ട് കൊടുക്കണം. കാരണം ഇത് നല്ല ഗ്രേവി പോലെ നല്ലതായിട്ട് വരാൻ വേണ്ടിയും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ മേടിക്കുമ്പോൾ കണ്ടില്ലേ സ്ക്വയറായിട്ട് ഉള്ളി കിടക്കുന്നത്, അതുപോലുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്ര എടുക്കുന്നത്. ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് മാറ്റാം ഒരു സൈഡിലോട്ട്. അത് കഴിഞ്ഞിട്ട് രണ്ട് തക്കാളി ഇച്ചിരി വലുതായിട്ട് അതിലെ ഉള്ളിയെല്ലാം വഴറ്റി വന്ന് ലാസ്റ്റാണ് ഇടുന്നത്. പിന്നെ വേണ്ടതൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ആയതുകൊണ്ട് ഒത്തിരി എരിവൊന്നും വേണ്ട, അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ അത് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്ര മതിയാവും. നമ്മൾ ഒത്തിരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ വേണം. ഇപ്പോൾ നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇത്ര ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിക്കാം. സ്റ്റൗ നമ്മളെ ഈ ഇൻഡക്ഷൻ കുക്കർ പോലത്തെ നാട്ടിലത്തെ ഇൻഡക്ഷൻ കുക്കർ പോലത്തെ അടുപ്പാണ്, ഇലക്ട്രിക് അടുപ്പാണ്. അപ്പോൾ അതൊന്ന് കത്തിക്കാം. അപ്പോൾ നമ്മൾ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിനകത്ത് കുറച്ച്
കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒരു കുറച്ച് വെള്ളത്തിനൊരു അരിക്ക് ചെറിയൊരു ഉപ്പ് രസം വരുന്ന രീതിയിൽ. ഇനി അരി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും അരി ഇടാം. അത് കഴിഞ്ഞിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അത് ചില്ലി ചിക്കൻ വറുത്ത് കോരണം ഇനി. അപ്പോൾ അത് കാണിക്കാം, നേരത്തെ കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച റൈസൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം റൈസ് റെഡി. ഇനി ചില്ലി ചിക്കൻ്റെ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ചിട്ട് ഇനി നമ്മൾ ചില്ലി ചിക്കൻ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചത് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടണം. ഇത് ഒട്ടിപ്പിടിച്ച് പോകരുത്. പിന്നെ കോൺഫ്ലവർ മൈദയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് പെറുക്കി ഇടണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് വറുത്ത് കോരുന്ന ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോരി എടുക്കുകയാണ്. ഈ പരുവാകുമ്പോഴത്തേനും കോരി എടുക്കണം. ഒരുപാട് വെന്ത് പോരുത്. ഇനി നമ്മൾ മസാലയൊക്കെ റെഡിയാക്കുമ്പോൾ അതിനകത്ത് കിടന്ന് കുറച്ചും കൂടെ വേകും. അപ്പോൾ ഒരു 80% ആയി വരുമ്പോഴത്തേനും കോരി എടുക്കണം. അതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ വറുത്ത് കോരി എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, ചില്ലി ചിക്കനൊക്കെ ഉള്ള. അതിന് ഇനിയിപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് കാണിക്കാം അങ്ങനെയാണ്. അപ്പോൾ ചിക്കൻ വറുത്ത് കോരി എടുത്ത എണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഉള്ളി വാടാനുള്ള കണക്കിന് എണ്ണ ഒഴിച്ചാൽ മതി. നമ്മൾ ആദ്യം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ഉള്ളി വാടി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു അടപ്പ് പാത്രം വെച്ചൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ചാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. അപ്പോൾ നമ്മൾ ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട് ആദ്യത്തെ. അപ്പോൾ രണ്ടാമത് ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതെല്ലാം കൂടെ ഒന്നിച്ചതിനകത്തിടാം. അപ്പോൾ അതിൻ്റെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ മാത്രം കുറച്ച് മാറ്റി വെക്കണം. ലാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അതിന് മണ്ടയിലും മേളിലിടാനുള്ളതാണ്. ഓക്കെ. ഇത് കുറച്ച് മാറ്റി വെച്ചാൽ ഇത് ലാസ്റ്റ് മേളിലിടാനുള്ളതാണ്. ഗാർണിഷ് ചെയ്യണം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വാടി വരണം. ചെറുതായിട്ട് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് സോസും ബാക്കി മസാലകളൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല എല്ലാം ചേർക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, ഒരു 2 ടേബിൾ സ്പൂണ് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്,
പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, നല്ല ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും സോസൊക്കെ ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. കെറ്റിലിനകത്ത് ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കൊരു ശകലം ഈ അരപ്പൊന്ന് മുങ്ങിക്കിടക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനൊക്കെ തീർന്നു. പകുതി പൊരിച്ചിട്ടപ്പോൾ തന്നെ പിള്ളേരൊക്കെ പൊറിക്കൊണ്ട് തിന്നു. ചിക്കനൊക്കെ തീർന്ന് കുറച്ചേ ഉള്ളൂ. നമ്മുടെ ചില്ലി ചിക്കൻ ഏകദേശം ഒന്നും ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് ഈ മസാലയുടെ എല്ലാ കൂട്ടെല്ലാം ഒന്ന് റെഡിയായി ഒരു ടേസ്റ്റ് ആകാൻ വേണ്ടി ഒരു ലേശം ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കും. കൂടിപ്പോരുത്, ഒരു നുള്ള് പഞ്ചസാര. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രേവിക്ക് ഒരു ചെറിയൊരു കൊഴുപ്പ് പോലെ വരാൻ വേണ്ടിയിട്ട് ഒരു ശകലം കോൺഫ്ലവർ ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് ഒരു ശകലം കോൺഫ്ലവർ ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ മതി. ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഗ്രേവി നല്ല കൊഴുപ്പായിട്ടിരിക്കും. നമ്മൾ ഈ അരിഞ്ഞു വച്ചേക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് ഇതിൻ്റെ മണ്ടയിലിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി, ബസ്മതി റൈസും റെഡി. ഇനിയിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, ഇതോ. ഓക്കെ, അപ്പോൾ നമ്മളിനി റൈസും ചില്ലി ചിക്കൻ സെർവ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചില്ലി ചിക്കൻ എടുക്കാം. ചിക്കൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
ഓ കഴിച്ച് നോക്കി സാറിന് എന്നുണ്ട് അടിപൊളിയാണോ ഓക്കെ ഹായ് It's good. ഓക്കെ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു